ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. എല്ലാവരെയും സ്നേഹത്തോടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്നതാണ്. എല്ലാ വിശ്വാസികളും യേശുക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യത്തിൽ ഭാഗഭാഗികളാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു മിഷനുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 11-ാം വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമ്യാ പ്രവാചകനിലൂടെ നൽകുന്ന ശക്തമായ വചനം ഇതാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്, കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അനേക വ്യക്തിജീവിതങ്ങൾ ഈ വചനത്തിൻ്റെ ശക്തി ആർജിച്ചിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് വ്യക്തികളെ തകർച്ചയിൽ നിന്ന്, രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന്, നിരാശയിൽ നിന്നൊക്കെ കരം പിടിച്ച് കയറ്റിയ ശക്തമായ വചനമാണ്. നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഐ എലോൺ നോ ദ പ്ലാൻ ഐ ഹാവ് ഫോർ യു. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി, എനിക്ക് മാത്രം അറിയാവുന്ന ഒരു പദ്ധതി ഉണ്ട്. നമ്മളിന്ന് ചിന്തിക്കുന്നത്, ഈ പദ്ധതിയെക്കുറിച്ച് എനിക്കറിയാമോ? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എനിക്കറിയാമോ? ഇതറിയാനായിട്ട് ഞാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്? ഞാനിപ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ചിട്ടാണോ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദൈവത്തിൻ്റെ മനസ്സിലുള്ള എന്നെക്കുറിച്ചുള്ള പദ്ധതി എനിക്കറിയാമോ? ഇത് അറിയാനായിട്ട് ഞാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്? ഈ പദ്ധതിയിലൂടെയാണോ ഞാനിന്ന് ജീവിക്കുന്നത്, ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ മനസ്സിലെ ഈ പദ്ധതി മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ, അൾട്ടിമേറ്റ് ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയോട് നാം എങ്ങനെ പ്രത്യുത്തരിക്കുന്നത് എന്നതനുസരിച്ചിട്ടാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ട്, എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനും വിളിക്കപ്പെട്ടവരാണ്. ഓരോ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അവരുടെ ജീവിത വിജയം എന്ന് പറയുന്നത്, അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെ ഓരോ വ്യക്തിയും ഈ കോളിന്, ഈ ബേസിക് കോളിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതം വിജയപ്രദമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതിക്ക് ഓപ്പോസിറ്റായിട്ടാണെങ്കിൽ ഐ ആം എ ഫെയിലിയർ. അപ്പോൾ ഈ ഒരു സത്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ചിട്ടാണോ? നമ്മൾ പറയും നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ദർ ഇസ് ആൻ ഓവർ റൈഡിങ് പർപ്പസ്. എല്ലാ ആഗ്രഹത്തിനേക്കാളും, നമ്മുടെ ലക്ഷ്യത്തിനേക്കാളും, നമ്മുടെ പദ്ധതികളെ ഒക്കെ ഉപരിയായിട്ട് അതിനെയൊക്കെ ഓവർ റൈഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു പർപ്പസ് എന്നെക്കുറിച്ചുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു മേഖലയോട് വലിയ ആഗ്രഹവും വലിയ പാഷനുമാണ്. അവൻ്റെ ആഗ്രഹവും ലക്ഷ്യമൊക്കെ ഈ സംഗീത മേഖലയിലെ ഏറ്റവും ഉന്നതിയിലെത്തുന്നതാണ്. പക്ഷേ ആ ഒരു ലക്ഷ്യത്തെക്കാളൊക്കെ ഉപരിയായിട്ട് അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഓവർ റൈഡിങ് പർപ്പസ്, അതിലുപരിയായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പ്ലാൻ അതിൻ്റെ മേൽ ഉണ്ട്. ഈ ഒരു പദ്ധതി നമ്മൾ ഇന്ന് തിരിച്ചറിയണം. ഇതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാം വാക്യം ഇങ്ങനെയാണ്: മാതാവിൻ്റെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. മാതാവിൻ്റെ അപ്പോൾ അനാദി മുതലേ ഉള്ള ഒരു പദ്ധതിയാണ് എൻ്റെ ജീവിതത്തിൽ. നമ്മൾ അനുദിനം പ്രാർത്ഥിക്കും,
സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം, അങ്ങയുടെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറണേ. അപ്പോൾ ഈ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ്റെ ഇഷ്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം, എനിക്കറിയണം. എനിക്ക് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലായാലാണ് അപ്പൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള, അപ്പന് ഇഷ്ടമുള്ളൊരു മകനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തെപ്പറ്റി, എൻ്റെ പിതാവ്, എൻ്റെ സൃഷ്ടാവായ പിതാവിൻ്റെ ഇഷ്ടം, പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആ പ്ലാനോട് ചേർന്ന് ജീവിക്കാനുള്ള ശക്തിക്കായിട്ട്, പരിശ്രമത്തിനായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് അതനുസരിച്ച് ജീവിക്കും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ വളരെ പ്രസക്തമായൊരു വചനമുണ്ട്. 7-ാം അധ്യായം 21-ാം വാക്യം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ ഇഷ്ടം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവെ, അതായത് വാക്കുകൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി വില കൊടുത്ത് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. ചിലപ്പോൾ അത് ഒരു പ്രോസസ്സ്, ആ ഒരു തിരിച്ചറിവ് തന്നെ ഒരു പ്രോസസ്സ് കുറേ സമയം ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയത്തിലേക്ക് വരും. ഒരു കാര്യം ഉറപ്പാണ്, സത്യമാണ്, അതായത് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യത്തിൽ ഞാനും നിങ്ങളും ഭാഗഭാഗികളാകേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വിളിയാണ്, നമ്മുടെ ദൗത്യമാണ് അത്. നമ്മുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ദൗത്യത്തോടുള്ള പ്രത്യുത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു തിരിച്ചറിവിലേക്ക് വരാം. ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് നോക്കുമ്പോൾ അന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹത്രേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കണം. വീട്ടിൽ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന എത്രയേ ഉള്ളൂ, ദൈവമേ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാനും സമൂഹത്തിലൊക്കെ ഒന്ന് തല ഉയർത്തി നിൽക്കാൻ പറ്റിയ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാൻ നല്ല ഒരു അനുഗ്രഹം ദൈവമേ എനിക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ അന്ന് ചെറുപ്പത്തിലേ ഉള്ള പ്രാർത്ഥനകളൊക്കെ അതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി, നല്ല ഒരു ഡോക്ടർ ആവണമെന്നൊരാഗ്രഹം. അപ്പോൾ ആ സമയത്ത് പോയി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് കുറേ നാൾ അന്നത്തെ സാഹചര്യമൊക്കെ കൊണ്ട് ഒരു 3-4 മാസം എനിക്ക് കോളേജിൽ കൃത്യമായിട്ട് അറ്റൻഡൻസ് ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അറ്റൻഡൻസൊക്കെ പോയി ആകെ കൊളായിട്ട്, പ്രീ ഡിഗ്രി ഇങ്ങനെ കൊളായിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി, ഈ ഒരു ഗ്രൂപ്പായിരിക്കില്ല ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുക. എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, കൊമേഴ്സിലേക്ക് മാറാം. അന്ന് അപ്പോൾ അധികം അറ്റൻഡൻസ് ഒന്നും ഇല്ലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയൊരു വിഷയം കൊമേഴ്സാണെന്നൊരു തോന്നൽ വന്നതുകൊണ്ട് കൊമേഴ്സിലേക്ക് മാറാമെന്ന് എൻ്റെ ചെറുപ്പത്തിലൊരു ആഗ്രഹം വന്നു. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് കൊമേഴ്സിലേക്ക് ഞാൻ പതുക്കെ മാറി. അപ്പോൾ അന്നത്തെ ഒരു ആഗ്രഹം ഇതാണ്, എങ്ങനെയും പഠിച്ച് CA പാസ്സാവണം, ചാർട്ടേഡ് അക്കൗണ്ടൻസി എങ്ങനെയും നേടണം. ഈ ഒരു ലക്ഷ്യത്തോടെ ഞാൻ പതുക്കെ പഠിക്കാനായിട്ട് തുടങ്ങി. കുറേശ്ശെയൊക്കെ അധ്വാനിക്കും, കൂടുതൽ പ്രാർത്ഥന അല്ലെങ്കിൽ കുറേ തമ്പുരാൻ്റെ കയ്യിലേക്ക് വിടണേ, വളരെ കുറച്ചേ എൻ്റെ അധ്വാനമുള്ളൂ. എങ്കിലും ദൈവം എൻ്റെ അവസ്ഥ മാനിച്ച് തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. CAക്ക് പഠിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ഇതാണ്, ഏറ്റവും കുപ്രസിദ്ധനായ ഒരു CAക്കാരനാവണം, ഒരുപാട് പണം സമ്പാദിക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് മാറണം, ഏറ്റവും വലിയ റെയ്ഡ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു CAക്കാരനായിട്ട് മാറണം. ഞാൻ പഠിക്കുന്ന ഓഫീസിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു റോട്ടിൽ മറ്റൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫീസുണ്ട്. അവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആഡംബര കാറുകളുടെ നിരയാണ്. അവരൊക്കെ ഇദ്ദേഹത്തെ കാണാൻ, ഇദ്ദേഹത്തിൽ നിന്ന് ഫിനാൻഷ്യൽ അഡ്വൈസറി മേടിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇതുപോലെ വലിയ ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറണം എന്നൊരു ആഗ്രഹത്തോടെയാണ് അന്ന് ഞാൻ കണ്ടത്. അന്ന് എൻ്റെ മനസ്സിൽ ഒരു തരത്തിൽ പോലും ദൈവരാജ്യത്തിൻ്റെ വേലയിൽ പങ്കുകാരാകണം ആ ഒരു അർത്ഥമോ ആ ഒരു തിരിച്ചറിവോ ഇല്ലാതെ പോയ ഒരു കാലഘട്ടമായിരുന്നു. അന്നൊന്നും എൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ല കർത്താവിൻ്റെ വചനം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പങ്കുവയ്ക്കണമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ല, എൻ്റെ ആഗ്രഹങ്ങളിലൊന്നും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമായിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന ഒരു അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കും. അപ്പം ഈ ആഗ്രഹങ്ങളൊക്കെ ഉള്ളപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പരീക്ഷയൊക്കെ വളരെ സിമ്പിളായിട്ട് ദൈവം എന്നെ പഠിച്ചിട്ടേ ഇല്ല എന്ന് പറയാം, വളരെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ കൂടുതൽ ദൈവം എന്നെ അനുഗ്രഹിച്ച് വളരെ ക്ലിയറായിട്ട് ഏറ്റവും പെട്ടെന്ന് CA ഒക്കെ പാസ്സാകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമാണ്, എത്രയും പെട്ടെന്ന് ഗൾഫ് നാടുകളിലേക്ക് പോകണം, ഒരു ജോലി സമ്പാദിക്കണം, വേഗം കുറച്ച് പൈസ, കുറച്ച് ലിക്വിഡിറ്റി ഉണ്ടാക്കണം എന്നൊരാഗ്രഹത്തോടെ ഗൾഫിലേക്ക് വരുന്നു. ദൈവം അവിടെ എനിക്കായിട്ട് ഒരു ചെറിയ ജോലി ആദ്യം തന്നു. പിന്നീട് തമ്പുരാൻ വളരെ എൻ്റെ ആവശ്യത്തിനനുസരിച്ച് ദൈവം എന്നെ ജോലിയിൽ ഉയർത്തി.
ആ ഒരു സമയത്ത് ദൈവം എന്നെ അനുഗ്രഹിച്ചൊരു കാര്യം ഇതാണ്, എൻ്റെ വിളി എന്താണെന്നൊരു തിരിച്ചറിവിലേക്ക് വരാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. ഞാൻ ആലോചിക്കുക, തമ്പുരാൻ അനുഗ്രഹിക്കുമ്പോഴൊക്കെ ഞാൻ തമ്പുരാനോട് നന്ദി പറഞ്ഞു. അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലൊരു വിങ്ങലുണ്ട്, ദൈവം ഞാൻ നിനക്ക് പകരമായിട്ട് എന്ത് ചെയ്യും, ഒക്കെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും തിരിച്ച് നൽകുന്നില്ലല്ലോ എന്ന, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ സമയം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഒന്നും ഞാൻ തിരിച്ച് നൽകുന്നില്ലെന്നോ ഇല്ല എന്നൊരു വിങ്ങൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന പോലെ ജീസസ് യൂത്ത് എന്ന മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പള്ളിയിൽ ഇടവന്നു. ആ മൂവ്മെൻറ്റിലൂടെ ദൈവം നൽകിയ ഒരുപാട് ഫോർമേഷനിലൂടെ കടന്നു പോകാനിട വന്നു. അപ്പോഴൊക്കെ ദൈവം അനുഗ്രഹിച്ച ഒരു കാര്യമാണ് എൻ്റെ വിളിയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതി എന്നെക്കുറിച്ച് എന്താണെന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ കാലഘട്ടങ്ങളിൽ പതിയെ പതിയെ ദൈവം എന്നെ നയിച്ചു. ഇപ്പോൾ എനിക്കറിയാം, അന്ന് എൻ്റെ വിദൂര സ്വപ്നത്തിൽ ഇല്ലാത്ത ദൈവവചന പ്രഘോഷണം ഇന്ന് എൻ്റെ ദൗത്യമാണ്, എൻ്റെ വിളിയാണ്, എൻ്റെ നിയോഗമാണെന്ന് ഞാൻ ആഴത്തിൽ ഉറച്ച് വിശ്വസിച്ച് മനസ്സിലാക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു പ്രയോറിറ്റി, ഏറ്റവും വലിയ പ്രയോറിറ്റിയാണ് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യണം, വേല ചെയ്യണം. എൻ്റെ കുടുംബത്തോടൊപ്പം, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ അതിലൊക്കെ ഉപരിയായ ഒരു ഓവർ റൈഡിങ് പർപ്പസ്, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്നാൽ കഴിയാവുന്ന വേല ഞാൻ ചെയ്യണം. അതെൻ്റെ നിയോഗമാണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ആ വിളിയിൽ നിലനിർത്താനായിട്ട്, ആ വിളിയിൽ ഏറ്റവും യോഗ്യതയോടെ പ്രവർത്തിക്കാനായിട്ട് ദൈവമേ അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥനയോടെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്, എൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ട് ജീവിക്കുന്നത്. ഞാൻ പങ്കുവച്ചു ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായ ശ്രേഷ്ഠമായ പദ്ധതിയാണ് തമ്പുരാനുള്ളത്. അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സെക്കുലർ ഡ്രീംസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രീംസോ ഒക്കെ അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായ ശ്രേഷ്ഠമായ പദ്ധതി. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നമുക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്, നമ്മളുടെ അൾട്ടിമേറ്റ് എയിമിലേക്ക് നയിക്കുന്ന പദ്ധതിയാണത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ഒരു പദ്ധതി ഞാനും നിങ്ങളും മനസ്സിലാക്കി അതിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് കഴിവ് നൽകും. എപ്പോഴെങ്കിലുമൊക്കെ ഈ പദ്ധതി എന്ന് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയാണ്, ഇതൊക്കെ അറിഞ്ഞിട്ടും ചിലപ്പോൾ പതുക്കെ ഒരു ഉഴപ്പ്, അലസത വരും. എൻ്റെ ജീവിതത്തിൽ ചില സിറ്റുവേഷനിലൊക്കെ അങ്ങനെ വരും. ഒരു ആകുലതകൾ, ജീവിതത്തിൻ്റെ ആകുലതകൾ, ജോലിയുടെ തിരക്കൊക്കെ വരുമ്പോൾ ചെറിയൊരു ഉഴപ്പ് വരും. അപ്പോൾ വീണ്ടും തമ്പുരാൻ്റെ അടുത്തിരുന്ന് വീണ്ടും തമ്പുരാൻ നമ്മളെ കൈപിടിച്ച് ശുശ്രൂഷയിലേക്ക്, ദൈവവേലയിലേക്ക്, ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വീഴുമ്പോൾ വീണ്ടും കൈപിടിച്ച് നമ്മളെ ഉയർത്തുന്നു, വീണ്ടും കൈപിടിച്ച് തമ്പുരാൻ്റെ കൂടെ നടത്തുന്ന നമ്മുടെ ദൈവം. വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഓരോ മാമോദീസ സ്വീകരിച്ച ഓരോ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ബേസിക് ആയിട്ടുള്ള വിളിയാണ് കർത്താവിനെ അറിയുക, അറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. അതോടൊപ്പം തമ്പുരാൻ്റെ കരുണയാണ് നമ്മളെയൊക്കെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയിൽ, ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ നമ്മളെ കൊളാബറേറ്റ് ചെയ്യിക്കുന്നു, നമ്മളെ സഹകാരികളാക്കുന്നു, നമ്മളെ ഭാഗഭാക്കുകളാക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നമ്മളെയൊക്കെ തമ്പുരാൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ കൊളാബറേറ്റ് ചെയ്യുക, നമ്മുടെ കരം പിടിച്ച് നമ്മളെയും കൂടി ദൈവരാജ്യത്തിൻ്റെ വേല ചെയ്യാനായിട്ട് തമ്പുരാൻ വിളിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ജീവിതം, ഞാനും നിങ്ങളും അൺറിപ്പീറ്റഡ് ആയിട്ട്, അതായത് സിംഗുലറായിട്ട്, യൂണിക്കായിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ പ്ലാനിൽ, ദൈവത്തിൻ്റെ ഈ പദ്ധതിയിൽ. എനിക്ക് മാത്രം ചെയ്തു തീർക്കേണ്ട, എനിക്ക് മാത്രം വളരെ പേഴ്സണലായിട്ട് ഞാൻ മാത്രം ചെയ്തു തീർക്കേണ്ട, അത് മറ്റൊരാൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ യൂണിക്കായിട്ടുള്ള ഒരു പദ്ധതി, ഒരു പ്ലാൻ, ഞാൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. അതുകൊണ്ടാണ് എഫെസസുകാർക്ക് ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, 4-ാം അധ്യായം എഫെസസുകാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, അതായത് നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾക്കായിട്ട് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ മാത്രം ചെയ്തു തീർക്കേണ്ട ഒരു ജോലിയുണ്ട്, എന്നിലൂടെ മാത്രം പ്രാവർത്തികമാക്കേണ്ട ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു റോള് എനിക്ക് ഉണ്ട്. ഈ റോള് തീരുമാനിക്കുന്നത്, ഈ റോള് ഇത് ചെയ്യുന്നത് എൻ്റെ കുടുംബമഹിമയോ, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ, എൻ്റെ കഴിവോ, എൻ്റെ ബലമോ ഒന്നുകൊണ്ടല്ല.
എൻ്റെ ഹൃദയം മാത്രമാണ്, നിങ്ങളെയും എൻ്റെയും നമ്മുടെ ഹൃദയം മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സമർപ്പണമാണ് ഇതിൻ്റെ യോഗ്യത. നമ്മളുടെ കുറവുകളോ നമ്മളുടെ അയോഗ്യതയോ അതൊന്നും പരിഗണിക്കാതെ ഞാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ തമ്പുരാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം നമ്മെ ദർശനം നൽകും, ദൈവം നമ്മെ നയിക്കും. ഈ ഒരു ശക്തമായ ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. എന്നെക്കുറിച്ചുള്ള, നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതി തിരിച്ചറിഞ്ഞിട്ട് ആ പദ്ധതിയോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. ആ പദ്ധതിയോട് ചേർന്ന് 4 തരത്തിലുള്ള മിഷനാണ്. നമുക്കൊന്ന് തിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യം 4 തരത്തിലുള്ള മിഷനാണ്. നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ദൈവത്തെ പങ്കുവയ്ക്കുന്ന, അറിഞ്ഞ ഈശോയെ പങ്കുവയ്ക്കുന്ന ഒരു മിഷനുണ്ട്. ദൈവത്തെ അറിഞ്ഞ എല്ലാവരും, നമ്മൾ സുവിശേഷത്തിലൊക്കെ കാണുന്നുണ്ട്. സമറയക്കാരി സ്ത്രീ കർത്താവിനെ കണ്ടു, അവരുടെ നാട്ടിൽ ചെന്ന് പറഞ്ഞു, എന്നെക്കുറിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഒരു പ്രവാചകനെ, ദൈവത്തെ ഞാൻ കണ്ടു. അന്ത്രയോസ് കർത്താവിനെ കണ്ടപ്പോൾ സഹോദരൻ്റെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ മിശിഹായെ കണ്ടു. ഫിലിപ്പോസ് പറഞ്ഞു ഓടിച്ചെന്ന്, മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയ മിശിഹായെ, കർത്താവിനെ ഞാൻ കണ്ടു. മഗ്ദലന മറിയം പറഞ്ഞു, ഞാൻ കർത്താവിനെ കണ്ടു. കർത്താവിനെ കണ്ട് അറിഞ്ഞവർ, അനുഭവിച്ചവർ ആ ദൈവത്തെ പങ്കുവയ്ക്കണം. വിളക്ക് പുറമുകൾ അത് മറച്ചല്ല വയ്ക്കുക, അത് വെളിച്ചത്താണ് വയ്ക്കുക. അതായത് പുറമുകൾ, അതായത് പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അതുപോലെ അറിഞ്ഞ ദൈവത്തെ ഞാനും നിങ്ങളും പങ്കുവയ്ക്കേണ്ട ഒരു മിഷനുണ്ട്. അറിഞ്ഞ ദൈവത്തെ ഞാനും നിങ്ങളും പങ്കുവയ്ക്കേണ്ട മിഷൻ. രണ്ടാമത്തെ ടൈപ്പാണ് അത് വിറ്റ്നസിങ് മിഷൻ, അതായത് സാക്ഷികളാകാനുള്ള വിളി. ഇന്ന് ഈ ലോകത്തിന് ഓതൻറ്റിക് ആയിട്ടുള്ള വിറ്റ്നസിങ് ആവശ്യമാണ്. വളരെ സിൻസിയറായിട്ടുള്ള, വളരെ വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു സാക്ഷ്യം ഇന്ന് ആവശ്യമാണ്. അത് കുടുംബത്തിൽ ആയിക്കോട്ടെ, ജോലി മേഖലകളിൽ, സമൂഹത്തിൽ, ഇടവകയിൽ, നമ്മളായിരിക്കുന്ന രാജ്യത്തൊക്കെ സാക്ഷ്യമുള്ള ജീവിതങ്ങൾ വേണം. നല്ല സാക്ഷ്യമുള്ള ജീവിതം വേണം. നമ്മൾ പറയും ചിലപ്പോൾ പ്രീച്ചേഴ്സ് മാത്രം പോരാ, ജീവിത സാക്ഷ്യമുള്ളവരും വേണം. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുന്ന ജീവിതം വഴി കാണിച്ചു കൊടുക്കുന്നവരും വേണം. ഒന്ന് പ്രീച്ചിങ്, അതായത് ദൈവത്തെ പങ്കുവയ്ക്കുന്നവർ. രണ്ടാമത് വിറ്റ്നസിങ്, സാക്ഷ്യം. മൂന്നാമത്തെ ഒരു മിഷനാണ് നമ്മുടെ ഉള്ളിലുള്ളത്, ലവിങ് മിഷൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാനും ഈ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മിഷൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ ഈശോ നൽകുന്ന ഒരു കൽപ്പനയുണ്ട്. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അടുത്ത വചനം ഇങ്ങനെയാണ് പറയുന്നത്, 35-ാമത്തെ വചനം 13:35 എത്തുമ്പോൾ ഈശോ പറയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങളുടെ സ്നേഹം ഇതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്മൾ തമ്മിലുള്ള പരസ്പര സ്നേഹം, ഈ സ്നേഹം എന്ന പുണ്യം മൂലമാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും ലോകം മുഴുവൻ. അപ്പോൾ വിറ്റ്നസിങ് മിഷൻ പോലെ തന്നെ ലവിങ് മിഷൻ, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മിഷൻ. എവിടെ? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട്, ആ സ്നേഹത്തിൽ നിന്നുള്ള തീഷ്ണതയാൽ, ആ സ്നേഹത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മിഷൻ. ലൈഫ് ഗിവിങ് മിഷൻ, നമ്മൾ തന്നെ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്കായിട്ട് ഒരു നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിവെച്ച് തമ്പുരാന് വേണ്ടി ഹൃദയം മുഴുവൻ സമർപ്പിക്കാനുള്ള ഒരു മിഷൻ. അപ്പോൾ ദൈവത്തെ പങ്കുവയ്ക്കാൻ, ദൈവത്തിന് സാക്ഷികളാകാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, തമ്പുരാൻ്റെ സ്നേഹം പകർന്നു വയ്ക്കാൻ, നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് കൊടുക്കാനുള്ളൊരു മിഷൻ നമുക്ക് ഉണ്ട്. സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. CCCയിൽ 90-ാമത്തെ ഖണ്ഡികയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, എല്ലാ ക്രിസ്തീയ വിശ്വാസികളും, അൽമായര് എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അവരുടെ മാമോദിസായിലും സ്ഥലലേപനവും വഴി ദൈവം ഒരു പ്രേക്ഷിത ധർമ്മം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയുടെ ദിവ്യ രഹസ്യം ലോകമെങ്ങും ലോകത്തിലുള്ള എല്ലാവരെയും അറിയിക്കാനും സ്വീകരിക്കാനും വ്യക്തിപരമായും സംഘം ചേർന്നും പ്രവർത്തിക്കാൻ കടമയും അവകാശവും അവർക്കുണ്ടെന്നാണ് നമ്മെ സഭ പഠിപ്പിക്കുന്നത്. നമ്മൾ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യത്തിലെ ഭാഗഭാഗിത്വം. അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്, ക്രിസ്തു അതിനു വേണ്ടി അവരെ സാക്ഷികളാക്കുകയും, അവരെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ യേശു ക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യത്തിൽ ഭാഗഭാക്കുകളാക്കാൻ, കൊളാബറേറ്റ് ചെയ്യാൻ ഈശോ നമ്മുടെ കരം പിടിച്ച് നമ്മളെയും കൂടി ദൈവത്തിൻ്റെ ദൗത്യത്തിൽ ചേർക്കുകയാണ്. അത് തമ്പുരാൻ്റെ ഒരു കരുണയാണ്, നമ്മളുടെ യോഗ്യതയല്ല. നമ്മളുടെ അയോഗ്യതകളോടൊപ്പം തന്നെ നമ്മൾ കുറവുകളുള്ളവർ തന്നെ, പക്ഷേ നമ്മെ കൂടി തമ്പുരാൻ്റെ രക്ഷാകര ദൗത്യത്തിൽ ചേർക്കുകയാണ്, കരം പിടിച്ച് കൂടെ നടത്തുകയാണ്. ക്രിസ്തു അതിനു വേണ്ടി അവരെ സാക്ഷികളാക്കുകയും അവർക്ക് വിശ്വാസത്തിൻ്റെ അവബോധവും വചനത്തിൻ്റെ കൃപാവരവും നൽകുകയും ചെയ്തു. നമ്മെ സാക്ഷികളായിട്ട് കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നു.
നമുക്ക് വിശ്വാസത്തിൻ്റെ അവബോധം, പരിശുദ്ധാത്മാവ് വഴി നമുക്ക് വിശ്വാസത്തിൻ്റെ അവബോധം അതിൽ ഉറയ്ക്കാനായിട്ട്, അതിൽ ആഴപ്പെടാനായിട്ട് ദൈവം അനുവദിക്കുന്നു. വചനത്തിൻ്റെ കൃപാവരം നമുക്ക് കർത്താവ് നൽകുന്നു. എന്തിനാണ്? കർത്താവിൻ്റെ പ്രവാചക ദൗത്യത്തിൽ പങ്കുകാരാകാൻ, കർത്താവിൻ്റെ പ്രവാചക ദൗത്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ദൈവം നൽകുന്ന അനുഗ്രഹമാണ്, ഈശോ നൽകുന്ന അനുഗ്രഹമാണ് സാക്ഷികളാകാനുള്ള അനുഗ്രഹം, വിശ്വാസത്തിൻ്റെ അവബോധത്തിലേക്ക് വരാൻ, ആഴത്തിലേക്ക് വരാനുള്ള അനുഗ്രഹം, വചനത്തിൻ്റെ കൃപാവരം എല്ലാവർക്കും നൽകുന്നു. എനിക്കും നിങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും അവനവൻ്റെ ഓരോരുത്തരുടെയും സമർപ്പണം, ഹൃദയത്തിൻ്റെ സമർപ്പണം, ആഗ്രഹം അനുസരിച്ച് കർത്താവ് നൽകുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുക എന്നത് ഓരോ പ്രഘോഷകൻ്റെയും ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ്. എന്നിട്ട് പറയാണ്, ഈ പ്രവാചക ദൗത്യം സുവിശേഷ പ്രഘോഷണത്തിലൂടെ, അതായത് വചനം കൊണ്ടും ജീവിത സാക്ഷ്യം കൊണ്ടും ക്രിസ്തുവിൻ്റെ സന്ദേശം എല്ലാവരെയും അറിയിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, നമ്മളത് നിർവഹിക്കുന്നു. വചനം കൊണ്ടും ജീവിതം കൊണ്ടുള്ള സാക്ഷ്യം കൊണ്ടും. വചനം മാത്രം പോരാ, ജീവിത സാക്ഷ്യത്തോടൊപ്പം പ്രഘോഷണവും വേണം, വചനവും വേണം, ജീവിത സാക്ഷ്യവും വേണം. അപ്പോൾ ദൈവം അതിനുള്ള കൃപാവരം നമുക്ക് നൽകി, വചനത്തിൻ്റെ കൃപാവരം നൽകുന്നു, വിശ്വാസത്തിൻ്റെ അവബോധം നമുക്ക് നൽകുന്നു, സാക്ഷികളാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ഒരു പ്രവാചക ദൗത്യമുണ്ട്, ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിറവേറ്റുന്നത് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് ചേരുന്ന അത്യാവശ്യമാണ്. മറ്റൊരാൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത യൂണിക്കായിട്ടുള്ളൊരു റോള് ദൈവം വരച്ചു വെച്ചിട്ടുണ്ട് എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ, ഇതിലൂടെ ചരിക്കാൻ, ഇത് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കണം നന്നായിട്ട്. എൻ്റെ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണ്? ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ലഭിക്കാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കണം. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തമ്പുരാനോട് ചോദിക്കണം, ദൈവമേ, ഇന്ന് എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഹിതം എന്താണ്? ഇനിയുള്ള കാലഘട്ടത്തിൽ എന്നെക്കുറിച്ചുള്ള നിൻ്റെ പ്ലാൻ എന്താണ്? അതൊന്നും മനസ്സിലാക്കി തന്നെ അതനുസരിച്ച് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. കൊളോസ്യർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 1-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതായത് ദൈവഹിതത്തെക്കുറിച്ചുള്ള അറിവ്, ഉൾക്കാഴ്ച ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവമേ, എന്നെക്കുറിച്ചുള്ള ഹിതം എനിക്ക് മനസ്സിലാക്കി തരണമേ. 2 തെസ്സലോനിക്കക്കാർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പൗലോസ് ഒരു നല്ലൊരു പ്രാർത്ഥന പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മുടെ ദൈവം നിങ്ങൾക്ക് തൻ്റെ വിളിക്ക് യോഗ്യമായി പരിഗണിക്കുന്നതിനും, ദൈവം നമ്മുടെ വിളിക്ക് യോഗ്യമായി പരിഗണിക്കുന്നതിനും, നിങ്ങളുടെ സതുദ്ദേശങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും തൻ്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയാണ്, അതായത് ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമായി തീരാനായിട്ട് ദൈവം ആ വിളിക്ക് എന്നെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പറയാണ്, നമ്മുടെ നല്ല ഉദ്ദേശങ്ങളും നമ്മളുടെ പ്രവൃത്തികളും, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളൊക്കെ, ഈ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള പ്രവൃത്തികളൊക്കെ തമ്പുരാൻ്റെ ശക്തിയാൽ പൂർത്തിയാകേണ്ടതിനായിട്ട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അടുത്ത വചനം എങ്ങനെയാണ് പറയുന്നത്? ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപാവരം മൂലം, കൃപാവരത്തിന് അനുസൃതമായി നിങ്ങൾ അവൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപാവരത്തിന് അനുസൃതമായി അവൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടുത്തട്ടെ. അപ്പോൾ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? ഞാൻ എന്താണ് നിൻ്റെ പ്ലാനിൽ ചെയ്യേണ്ട കാര്യം? ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ, പ്രവാചക ദൗത്യത്തിൽ എൻ്റെ റോള് ദൈവമേ കാണിച്ചു തരണേ, അതനുസരിച്ച് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണേന്ന് ദൈവത്തോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, അത് എന്നും വേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അതായത് ഒരു തിരിച്ചുവരവ് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ക്വാളിഫിക്കേഷനോ, നമ്മളുടെ കുടുംബ മഹിമയോ, നമ്മുടെ കഴിവോ, നമ്മളുടെ ബലമോ, നമ്മുടെ ശക്തിയോ, നമ്മളുടെ സ്വാധീനമോ ഒന്നും നോക്കിയല്ല തമ്പുരാൻ വിളിക്കുന്നത്. എൻ്റെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം, നമ്മുടെ ഹൃദയം നോക്കിയാൽ, ഹൃദയത്തിൻ്റെ സമർപ്പണം നോക്കിയാൽ നമ്മളുടെ കുറവുകൾ തമ്പുരാനെ അറിയാം. വിളിച്ചവൻ വിശ്വസ്തനാണ്. ഈ ഒരു തിരിച്ചുവരവ് ദൈവം ആഗ്രഹിക്കുന്നു. ഏത് അവസ്ഥയിലാണോ, പാപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ
അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ്. ധൂർത്തപുത്രൻ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്ന പോലെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക് ഒരു തിരിച്ചുവരവ് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ദൈവം നമ്മളെ ഏറ്റവും പ്രയോജനപ്രദമായ വിശുദ്ധ പാത്രമാക്കി തമ്പുരാൻ മാറ്റും. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. ഈശോ പറയാണ്, തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവിടെ നിന്ന് അറിയുന്നു. എന്നെയും നിങ്ങളെയും അവിടെ നിന്ന് അറിയുന്നുണ്ട്. എൻ്റെ ജീവിത സാഹചര്യം, എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ അയോഗ്യതകളൊക്കെ എൻ്റെ ദൈവത്തിന് അറിയാം. നമ്മുടെ കുറവുകൾ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും തമ്പുരാൻ അറിയാം. കർത്താവ് പറയാണ്, തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ, എനിക്ക് സ്വന്തമായിട്ടുള്ളവരെ കർത്താവ് അറിയുന്നു. കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. എന്നെയും നിങ്ങളെയും ദൈവം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. എന്നിട്ട് അടുത്ത വചനം എങ്ങനെയാണ്? കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. അടുത്ത വചനം എങ്ങനെയാണ്? ഒരു വലിയ ഭവനത്തിൽ സ്വർണ്ണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് എന്നിവ കൊണ്ട് തീർത്തവയുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്. ഒരു നല്ല ഉദാഹരണമാണ് പൗലോസ്ലീഹ കാണിക്കുന്നത്. ഒരു വീട്ടിൽ സ്വർണ്ണം കൊണ്ട് വെള്ളി കൊണ്ട് തീർത്ത പാത്രം മാത്രമല്ല, മരം, മണ്ണ് എന്നിവ കൊണ്ട് തീർത്തവയും ഉണ്ട്. എന്നിട്ട് പറയാണ്, ചിലത് മാന്യമായ കാര്യങ്ങൾക്കും മറ്റു ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും വീട്ടിൽ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പല പാത്രങ്ങളിൽ ചില നല്ല പാത്രങ്ങൾ ഏറ്റവും വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇവിടെ പറയാണ്, ചിലത് മാന്യമായ കാര്യങ്ങൾക്കും മറ്റു ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. എന്നിട്ട് അടുത്ത വചനമാണ് ശ്രദ്ധേയമായത്. ഒരു വ്യക്തി അവൻ തൻ്റെ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനപ്രദവും ഏതൊരു നല്ല കാര്യത്തിന് ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. ദൈവം ആഗ്രഹിക്കുന്ന തിരിച്ചുവരവ് ഇതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജീവിക്കാൻ, ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി അതിനോട് ചേർന്ന് ജീവിക്കാൻ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ എന്നെ ഉപയോഗിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു റെസ്പോൺസ് ഇതാണ്, തമ്പുരാൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് പറയാണ്, ഒരുവൻ തൻ്റെ നിർകൃഷ്ടമായ അവസ്ഥയിൽ, നമ്മുടെ പാപാവസ്ഥയിൽ, നമ്മുടെ കുറവുകളുടെ അവസ്ഥയിൽ, നമ്മുടെ ബലഹീനത അവസ്ഥയിൽ നിന്ന് ഏതും ആയിക്കോട്ടെ, അതിൽ നിന്ന് ഞാൻ തമ്പുരാൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ട് തമ്പുരാൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്നെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ, എന്നിട്ട് പറയാണ്, അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതാണ്. ഞാനും നിങ്ങളും ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതാണ്. തമ്പുരാൻ്റെ അടുക്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചു വരുമെങ്കിൽ എന്നെയും നിങ്ങളെയും കർത്താവ് ശ്രേഷ്ഠമായ രീതിയിൽ ഉപയോഗിക്കും. അതാണ് ജെറമ്യാ പ്രവാചകനിലൂടെ പറഞ്ഞത്. നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി നാശത്തിനുള്ള പദ്ധതിയല്ല, അത് ക്ഷേമത്തിനുള്ളതാണ്. അത് ശുഭമായ ഭാവിയും ശ്രേഷ്ഠമായ പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. എന്നിട്ട് പറയാണ്, ഗൃഹനായകന് ഉപയോഗപ്രദവും പ്രയോജനപ്രദവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗപ്രദവുമായ വിശുദ്ധ പാത്രമാക്കി എന്നെയും നിങ്ങളെയും കർത്താവ് മാറ്റും. എൻ്റെ ദൈവത്തിന്, എൻ്റെ ഈശോയ്ക്ക് ഏതൊരു കാര്യത്തിനും ഉപയോഗപ്രദമുള്ള, ഏതൊരു കാര്യത്തിനും ഉപയോഗിക്കാവുന്ന, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യത്തിന് ഉപയോഗിക്കാവുന്ന, ഏറ്റവും പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി എന്നെയും നിങ്ങളെയും കർത്താവ് മാറ്റും. വേണ്ടത് ദൈവത്തിൻ്റെ അടുത്തിലേക്കുള്ള പൂർണ്ണമായ ഒരു തിരിച്ചുവരവ്. കർത്താവ് ആഗ്രഹിക്കുന്ന ഇതാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. അതൊരു നല്ല പദ്ധതിയാണ്, ശുഭമായ പദ്ധതി, ഏറ്റവും പ്രത്യാശ നൽകുന്ന പദ്ധതി. ഈ പദ്ധതി മനസ്സിലാക്കി തമ്പുരാൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്ന് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഈ പ്രവാചക ദൗത്യത്തിൽ ഭാഗഭാഗികളാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിലേക്ക്, ഈ ഒരു പർപ്പസിലേക്ക് നമ്മളുടെ ലൈഫ് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെക്കുറിച്ചുള്ള ഹിതം നീ എനിക്ക് മനസ്സിലാക്കി തന്നെ. എപ്പോഴെങ്കിലുമൊക്കെ തമ്പുരാൻ്റെ പദ്ധതിയിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രലോഭനത്തിൽ വീഴണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ വീണ്ടും എന്നെ കൈപ്പിടിച്ച് നിൻ്റെ ട്രാക്കിലേക്ക്, നിൻ്റെ പദ്ധതിയിലേക്ക് വിളിച്ചു ചേർക്കണേ, എന്നെ ശക്തിപ്പെടുത്തണേ. നിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാൻ എൻ്റെ കുറവുകളുണ്ട്, എൻ്റെ ബലഹീനതകളുണ്ട്, എൻ്റെ ജീവിതാവസ്ഥകളുണ്ട്, ഇതൊക്കെ നിനക്കറിയാം. എന്നെ അറിയുന്ന എൻ്റെ ഈശോയെ, നിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈശോയുടെ അടുക്കലേക്ക് തിരിച്ചു വന്ന് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയ്ക്ക് ഏറ്റവും പ്രയോജനപ്രദവും ഏറ്റവും ശ്രേഷ്ഠവും ഏത് കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ ഒരു വിശുദ്ധ പാത്രമാക്കി എന്നെയും നിങ്ങളെയും എൻ്റെ ദൈവം മാറ്റട്ടെ. കർത്താവ് നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.ua@gmail.com.